ലോകരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അകലങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ കീർത്തനം ധ്യാനിക്കാം. ഒരു കുടുംബിനിയുടെ കീർത്തനം. അതിൽ പറഞ്ഞിരിക്കുന്നവയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയ ആശ്വാസം നൽകും. പറ്റുമെങ്കിൽ ആ കീർത്തനം ഹൃദയസ്ഥമാക്കി എല്ലാ ദിവസവും ചൊല്ലുക. ബൈബിൾ എടുത്തു വെച്ച് അതിലെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനഭാഗം നോക്കുക. അതിലെ ചില പ്രധാന പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. ഒരു ദൈവഭക്തിയായ സ്ത്രീ ദൈവത്തിനുമുമ്പിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കണ്ടെത്തിയ കാരണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നാം കണ്ടെത്തേണ്ടതും. ഇവിടെ പരിശുദ്ധ മറിയം തൻ്റെ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവരുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുകയാണ് ആദ്യം. മഹത്വത്തിന് കാരണം ദൈവം, ആനന്ദത്തിനും കാരണം ദൈവം. നമ്മൾ അങ്ങനെയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇനി ഇവ രണ്ടിൻ്റെയും കാരണം എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിച്ച് കണ്ടെത്തേണ്ടത് ഒരു ആത്മശോധനാ വിഷയമാണ്. പരിശുദ്ധ മറിയം ഇവ രണ്ടിൻ്റെയും കാരണം കണ്ടെത്തിയത് താഴെ പറയുകയാണ്. അതാണ് ഇനി നമ്മൾ കാണുക. പരിശുദ്ധ മറിയമാകുന്ന ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എന്ന് അവൾ മനസ്സിലാക്കുന്നു. അത് അടുത്ത തലമുറയ്ക്ക് മാതൃകയായി തീരുന്നു. എളിമയുടെ വില മനസ്സിലാക്കിയവൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. വീണ്ടും ശക്തനായ ദൈവം അവൾക്ക് വേണ്ടി ചെയ്തതെല്ലാം വലിയ കാര്യങ്ങളായി അവൾ കണ്ടെത്തി. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ തലമുറകൾ അനുഗ്രഹീതവും ദൈവകരുണയാൽ നിറയുകയും ചെയ്യും എന്നത് അവൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി അവൾ മനസ്സിലാക്കി. കാരണം അഹങ്കാരികളെ ചിതറിക്കുന്നതും ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുന്നതും വിനീതരെ ഉയർത്തി ഇരുത്തുന്നതും വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നതും സമ്പന്നരെ ദരിദ്രരാക്കുന്നതും അവൾ കണ്ടു, കേട്ടു, അറിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞതും ഇതെല്ലാം മനസ്സിലാക്കിയതും എവിടെ നിന്നായിരിക്കും? സംശയമൊന്നും വേണ്ട. പഴയ നിയമം മുഴുവൻ ചിട്ടയായി വായിച്ച് ധ്യാനിച്ച പരിശുദ്ധ മറിയം ഇവയെല്ലാം കണ്ടെത്തി വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ കീർത്തനം രൂപപ്പെട്ടത് എന്ന് 54, 55 തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. തിരുവചന ധ്യാനത്തിലൂടെ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്ന മറിയത്തെ നമുക്കിന്ന് മാതൃകയാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവ്വം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.